കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വാക്യം വായിക്കുന്നില്ല, സമയം കുറവാണ്. യെരമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം 30-31 വാക്യങ്ങളാണ്. 30 5-ാം അധ്യായം 30-31. അവിടെ പറയുന്നത് വിസ്മയവും ഭയങ്കരവുമായുള്ളത് സംഭവിക്കുന്നു. ഇത് യെരമ്യാ പ്രവാചകന് എഴുതുമ്പോൾ BC 600-ാം ആണ്ടാണ്. BC 600-ാം ആണ്ട് മുതൽ അങ്ങോട്ട് 2-3 പ്രാവശ്യം ദൈവത്തിന്റെ ജനമായ യഹൂദ്യര് പ്രവാസികളായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പൊ അതിന് തൊട്ടു മുമ്പായിട്ടാണ് വിളിച്ചു പറയുന്നത് പ്രവാചകൻ. അപകടകരമായ ഒന്ന് സംഭവിക്കുന്നു. ഇത് ദൈവത്തിന്റെ ജനത്തെ വല്ലാതെ വലയ്ക്കും എന്ന് സൂചന കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, തന്റെ ജനങ്ങളെ അങ്ങനെ അടിമകളാക്കാനായിട്ട് ദൈവത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല, അവര് ചെയ്തു കൂട്ടുന്ന പാപം. അതെന്തുകൊണ്ടാണ് അവര് സാധാരണ ജനങ്ങൾ പോലും ചെയ്തു കൂട്ടുന്നത്? നേതൃത്വം തകരാറിലാവുമ്പോഴാണ്. നേതൃത്വം ശരിയായ രീതിയിൽ പോയാൽ ജനങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകും. അപ്പൊ ആ സമയത്ത് അവരുടേതായ തെറ്റുണ്ട്. അത് യെരമ്യാ പ്രവാചകൻ സൂചിപ്പിക്കുന്നു. അതാണ് അവിടെ പറയുന്നത് ഭയങ്കരമായ സംഭവം, അതിശയകരമായ സംഭവം. എന്താണ് അവിടെ പറഞ്ഞത്? അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. അതാണ് അവരുടെ ഒരു കുറ്റം. പ്രവാചകന്മാരും പുരോഹിതന്മാരുമാണ് ലീഡേഴ്സ്. ഇസ്രായേലിന്റെ ലീഡേഴ്സ്, യഹൂദന്മാരുടെ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ്. ഇന്നത്തെ കാലമല്ല. ഈ പ്രവാചകന്മാരെ ആക്ച്വലി കർത്താവ് വിളിച്ചിട്ടില്ല, അവര് സ്വയം ഇറങ്ങിയതാണ്. ഇത് കൊള്ളാം, സുഖകരമായ ഒരു പരിപാടിയാണ്, ആളുകളെ ബഹുമാനിക്കും എല്ലാവരും എന്നുള്ള ചിന്തയിലാണ്. ഇവർക്ക് പറ്റതാണ്. ദൈവത്തിൽ നിന്ന് ആലോചന കേട്ട് ദൈവത്തിന്റെ വചനം പറയേണ്ടതാണ്. ആക്ച്വലി തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ ദൈവവചനത്തെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? 2 തീമോഥെയോസ് 3:17 പറയുന്നത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യസത്തിനും പ്രയോജനമുള്ളതാണ് ദൈവവചനം. ഈ പ്രവാചകന്മാരുടെ ഉദ്ദേശം അതാണ്. പക്ഷെ ഈ പ്രവാചകന്മാര് ദൈവവിളി കേട്ട് ദൈവാത്മാവിൽ പ്രേരിതമായിട്ടല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞാലേ ഈ പ്രയോജനം വരത്തുള്ളൂ. അവരെന്താണെന്നറിയാമോ? അവര് സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തെ അല്പമായി ചികിത്സിക്കുന്നു എന്ന് 6:14 പറയും. യെരമ്യാവ് 6:14. അപ്പൊ അങ്ങനെ, അതായത് എല്ലാം കൊള്ളാം, നന്നായി വരും, എല്ലാം ശരിയായി കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രശസ്തി, പണം, ഇതൊക്കെ ആയിരിക്കും, ബഹുമാനം, ഇതൊക്കെ ആയിരിക്കും. കാരണം ശരിയായ രീതിയിൽ ദൈവവചനം പറഞ്ഞാൽ ഹൃദയത്തിൽ കുത്തുകൊള്ളും, മാനസാന്തരത്തിന് ഇടവരും, ചേഞ്ചസ് വരും. അതാണ് സംഭവിക്കുന്നത്. ശരിയായ ദൈവവചനം, ശരിയായ പ്രവചനം കേൾക്കുന്നവർക്ക് ആത്മാവിലെ പോരായ്മ ഉണ്ടെങ്കിൽ അത് കുത്തുകൊള്ളും, അത് തിരുത്തുവാനായിട്ട് പ്രേരിപ്പിക്കപ്പെടും. അതാണ് അവർ രൂപാന്തരം. 2 കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ വരുന്ന ഫലം. അതെവിടെ കിടക്കുന്ന? റോമർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്നാ പറയുന്നിരിക്കുന്നത്? ബീയിങ് റിന്യൂ യുവർ മൈൻഡ് ആൻഡ് ബി ട്രാൻസ്ഫോം എന്നാണ്. മനസ്സിലായല്ലേ? അതിന്റെ അർത്ഥം എന്തുവാന്ന് ചോദിച്ചാൽ മനസ്സ് പുതുക്കി രൂപാന്തരം ഇത് ദൈവവചനത്തിൽ നിന്നുണ്ടാകുന്ന ഫലമാണ്. പക്ഷെ ഇതൊന്നും അവിടുത്തെ ജനത്തിൽ ഉണ്ടായില്ല. കാരണം ഇവര് എന്താണ്ട് പറയുന്നു, എല്ലാവരും കൈയടിക്കുന്നു, അമേനെന്ന് പറയുന്നു. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഇന്നും ഇതുപോലുള്ള ഫാൾസ് ടീച്ചേഴ്സും ഫാൾസ് ആയിട്ടുള്ള പ്രസംഗകന്മാരും ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. 2ാമത് കൂട്ടർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരോഹിതന്മാരാണ്. പുരോഹിതന്മാര് അവരോട് ഒരു കൈയായി അധികാരം നടത്തും. അതായത് പ്രവാചകന്മാരുടെ കൂട്ടുകൂടിക്കൊണ്ട്
ഏറ്റവും അധികാരമുള്ളവരാണ് പുരോഹിതന്മാർ. പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ന് അധികാരമുണ്ട്. ഇന്നത്തെ പോലെ അല്ല. അവര് റിയലി ജഡ്ജസും കൂടെയാണ്. ന്യായം പാലിച്ചു കൊടുക്കേണ്ട സാധുക്കൾക്ക്, വിധവമാർക്ക്, ഓർഫൻസിന് ഒക്കെ ന്യായം പാലിച്ചു കൊടുക്കേണ്ടത്. അവര് പണക്കാരോട് കൂടെ നിന്നുകൊണ്ട് സാധാരണക്കാരുടെ ന്യായം മറിച്ചു കളയുന്നു. അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് അതേക്കുറിച്ച് ഇവിടെ പറയുന്നത്. അത് സാധുക്കൾക്ക് വേണ്ടി അവർ നിൽക്കുന്നില്ല. വ്യവഹാരം അത് 5-ാം അധ്യായം തന്നെ 28-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ കാണാം. ദരിദ്രന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നില്ല, വ്യവഹാരം നടത്തുന്നില്ല, അവർക്കൊരു ഗുണവും വരാതെ ആ രീതിയിൽ അഴിമതിയിൽ മുങ്ങിപ്പോയി പുരോഹിതന്മാർ. അല്ലെങ്കിൽ ഇന്നത്തെ രീതി പറഞ്ഞാൽ ഇന്നത്തെ ചർച്ചസ്, മെത്രാന്മാര്, അച്ഛന്മാര്, വലിയ സെൻട്രൽ പാസ്റ്റർമാര്, എൽഡേഴ്സ്, വലിയ വലിയ ലീഡേഴ്സ്, അവർക്ക് അധികാരമുണ്ട്. അവരോട് ഈ സാധാ മനുഷ്യർ ഭയങ്കര പേടിയാണ്. അവര് പള്ളിയിൽ നിന്ന് പുറത്താക്കി കളയുമെന്നോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ പേടിയുണ്ട്. അപ്പൊ ഏതായാലും അവരോട് സ്നേഹത്തോടും അവർക്ക് വേണ്ട ന്യായമൊന്നും പാലിച്ചു കൊടുക്കും. ഇന്ന് ഇവിടെയൊന്നും ആക്ച്വലി അവര് ന്യായം പാലിക്കാനായിട്ട് ഇവിടേക്കാണെങ്കിൽ കോടതിയുണ്ട്. അന്ന് അങ്ങനെ അല്ലായിരുന്നു. അവരാണ് ന്യായം പാലിച്ചു കൊടുക്കേണ്ടത്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പുരോഹിതന്മാര്, നമ്മുടെ ചർച്ച് ലീഡേഴ്സ് എപ്രകാരമെന്ന് അവർ തന്നെ പരിശോധിക്കേണ്ടതും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമത് പറയുന്നത് എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകും. അയ്യോ, അതാണ് നേരം പോക്ക്. അതാണ് എക്കാലവും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു പ്രത്യേക റട്ടില് അല്ലെങ്കിൽ ഒരു പ്രത്യേക സിസ്റ്റത്തില് വീണ് കിടക്കുക, മനസ്സിലായില്ലേ? ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. ആ രീതിയിൽ മുന്നോട്ട് പോയി ചേഞ്ച് അത് ഇഷ്ടമല്ല. ചേഞ്ച് ഓഫ് മൈൻഡ് ഇഷ്ടമല്ല, ചേഞ്ച് ഓഫ് ആക്ഷൻ ഇഷ്ടമല്ല. ഇതിനെ ആ മാനസാന്തരത്തിന് യോഗ്യമായി തീരുക എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് അവര് മൈൻഡ്, അതായത് മനസ്സ് പുതുക്കം പ്രാപിച്ച് ട്രാൻസ്ഫോമായി വരും, രൂപാന്തരം പ്രാപിച്ചു വരും, വ്യത്യാസം വരും. അവരുടെ ജീവിതത്തിലെ പോരായ്മകൾ ഒന്നൊന്നായി കണ്ടുപിടിച്ച് അതിനുപേക്ഷിച്ച് തേജസ്സിൽ നിന്ന് തേജസ്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധി, വിശുദ്ധൻ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ നമുക്കറിയാം, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന് ഭൂതമൊക്കെ ഒഴിപ്പിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിലുള്ള ദുരാത്മാക്കള് പന്നികളുടെ ഇടയിലേക്ക് പോയി. പന്നി കടും തൂക്കത്തോടെ കടലിലേക്ക് വീണ് ചത്തു. ഉടനെ അതിനെ മേയിച്ചോണ്ട് വന്ന അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥർ എന്താ പറഞ്ഞേ, എന്റെ പൊന്നുടേത് എന്റെ യേശുവെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണം. അവർക്ക് ഒരു സിസ്റ്റമുണ്ട്. അവരുടെ ആ സിസ്റ്റത്തിൽ നിന്ന് ചേഞ്ച് വരാൻ ഇഷ്ടമേ അല്ല. അതാണ് ജനം. ഇന്നും അങ്ങനെ തന്നെയാണ്. പല സോക്കാർഡ് ക്രിസ്ത്യൻസും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവസാനം പറയുന്നത്, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവർക്കും ഒരു ഒടുക്കമുണ്ട്. 2 വിധത്തിലാണുള്ളത്. ഒന്ന്, ന്യായ അവധിയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. 1. 2, ഹൈക്കോടതി വിളി, ഉയരത്തിൽ നിന്നുള്ള വിളി. എന്നാണ് അത് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയാണോ, നാളെയാണോ, അടുത്ത ദിവസമാണോ, അടുത്ത ആഴ്ചയാണോ, എപ്പോഴാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ നിന്ന് വിളിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ഒടുക്കം. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരുന്ന സമയവും ഉണ്ട്. അത് രണ്ടാമത്തത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒടുക്കമുണ്ട്. അത് ഒടുക്കം വരെ വിശ്വാസത്തിൽ പിടിച്ചു നോക്കി നിന്നവരാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന് യേശു കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഒടുക്കം മറന്നു പോകരുത്. നമ്മുടെ ഒരുക്കം എങ്ങനെയുണ്ട് ഒടുക്കത്തിന് വേണ്ടി, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വിശദമാക്കാൻ നമുക്ക് സമയമില്ല. ഇവിടെ ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.